ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ കാത്തിരുന്ന ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ T20 സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 6-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാണ്. ഇപ്പോൾ മിനിറ്റുകൾക്ക് മുമ്പ് ഈ വീഡിയോ ചെയ്യുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഇപ്പോൾ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും സഞ്ജു സാംസൺ സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. ഞാൻ ആദ്യം സ്ക്വാഡ് ഒന്ന് വായിക്കാം, എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ. ശുഭ്മാൻ ഗില്ല്, യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, തിലക് വർമ്മ, റിങ്കു സിംഗ്, ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പർ, സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ, ശിവം ദുബെ, വാഷിംഗ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ, രവി ബിഷ്ണോയ്, കുൽദീപ് യാദവ്, അർഷ്ദീപ് സിംഗ്, ആവേശ് ഖാൻ, മുകേഷ് കുമാർ. അപ്പോൾ സിറാജിനും ബൂംറയ്ക്കും റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയും അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയും ടീമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് വി നോ ദാറ്റ് സൂര്യകുമാർ യാദവിന് ഇഞ്ചുറിയാണ്. അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആയിട്ടില്ലാന്ന് തോന്നുന്നു. സോ ഇങ്ങനെയാണ് സ്ക്വാഡ് വന്നിരിക്കുന്നത്. ഈ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരെ കാണാം. സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ ലാസ്റ്റ് T20 കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് വേണ്ടിയിട്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് പുറത്തെടുക്കാൻ ജിതേഷ് ശർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ആ ഒരു സീരീസിലെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള സെഞ്ചുറിയുടെ മികവ് തന്നെയാണ് സഞ്ജു സാംസൺ ഈ ഒരു T20 സ്ക്വാഡിൽ ഇടാൻ കാരണം. ഒരുപാട് പ്രെഡിക്റ്റഡ് ലെവലുകൾ വരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രെഡിക്റ്റഡ് സ്ക്വാഡ് വരുന്നുണ്ടായിരുന്നു. സഞ്ജു സാംസൺ ചാൻസ് കിട്ടും. പക്ഷേ ഈ ഒരു ബാറ്റിംഗ് ഓർഡറിൽ സഞ്ജുവിന് എവിടെ ചാൻസ് കിട്ടുമെന്ന് കാത്തിരുന്ന് കാണുന്നതാണ്. ഒരു അപ്പർ ഓർഡറിൽ എന്തായാലും ചാൻസ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 5th ആ ഒരു പൊസിഷനായിരിക്കും സഞ്ജുവിന് കൊടുക്കാൻ സാധ്യത കൂടുതൽ. ചാൻസ് കിട്ടിയാൽ തന്നെ ഇനിയിപ്പോൾ ജിതേഷിനെ മറികടന്ന സഞ്ജുവിന് 11 ചാൻസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണണം. പറയാൻ നമുക്ക് പറ്റില്ല. എന്തായാലും BCCIക്ക് മുമ്പിൽ വലിയൊരു പ്രഷർ ആ ഒരു സെഞ്ചുറിയിലൂടെ സഞ്ജുവിന് ഇടാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യക്തതയാണ് ഇപ്പോൾ ഈ ഒരു സ്ക്വാഡ് അനൗൺസ്മെൻറ്റിലൂടെ വന്നിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല T20 സ്ക്വാഡ് സഞ്ജുവിനെ പരീക്ഷിക്കുമെന്ന്. എന്തായാലും വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഇന്ത്യക്ക് ആകെ കളിക്കാനുള്ള ഒരു T20 മത്സരമെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനെതിരെ ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ല പ്രകടനമാണ് സഞ്ജുവിന് കിട്ടുന്ന ചാൻസിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ T20 വേൾഡ് കപ്പ് കളിക്കാൻ ആ ഒരു സ്ക്വാഡിൽ സഞ്ജു ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ IPL ആയിരിക്കും മുഖ്യ ഘടകമായിട്ട് BCCI അവിടെ വെക്കുക. IPL മികച്ച പ്രകടനം ആവശ്യമാണ്, അനിവാര്യമാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തിരിച്ച് സ്ക്വാഡിലേക്ക് വന്നിട്ടുണ്ട്. വരാൻ പോകുന്ന വേൾഡ് കപ്പിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ അവർ സ്ക്വാഡിലേക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അവിടെ ടീമിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അഫ്ഗാനിസ്ഥാനെ അത്ര കണ്ട് താഴ്ത്തി കാണേണ്ട കാര്യമില്ല. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഒരു മികച്ച ടീമായിട്ട് ഉയർന്നിട്ടുണ്ട്. അവർക്ക് മുമ്പിൽ വിൽക്കാൻ പറ്റുന്ന ടാർഗറ്റുകളെ അവർ ഈസിയായിട്ട് ചേസ് ചെയ്യുന്ന ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കിടിലൻ ബോളിംഗ് യൂണിറ്റാണ് അഫ്ഗാനിസ്ഥാൻ എപ്പോഴും ഉള്ളത്. സ്പിന്നേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പേസ് ബോളേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെയധികം മികച്ചൊരു സ്ക്വാഡ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ കളിച്ചില്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. 11, 15, 17 അങ്ങനെയാണെന്ന് തോന്നുന്നു മത്സരം. ഞാൻ വിട്ടുപോയത് 3 T20 മത്സരങ്ങളാണുള്ളത്. ഡേറ്റിൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും സഞ്ജു സാംസൺ അടുത്ത രഞ്ജി ട്രോഫി മത്സരം മിസ്സാവും. പക്ഷേ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ സ്ക്വാഡിലൊരു പ്ലേസ് കിട്ടുമെന്ന്, അതായത് 11 പ്ലേസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്തി. ഒരു വീഡിയോ ചെയ്യാൻ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.